അസ്സലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു വെറൈറ്റി പലഹാരമാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളില് 1 കപ്പ് പച്ചരി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി പച്ചരി നല്ലതുപോലെ കഴുകിയെടുത്ത് പച്ചരിയിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുതിർക്കാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പൊ പച്ചരി കുതിർക്കാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയിട്ടുണ്ട്. പെട്ടെന്ന് പച്ചരി കുതിർന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ പച്ചരി നല്ലവണ്ണം കഴുകിയതിന് ശേഷം നല്ല ചൂടുവെള്ളം ഒഴിച്ച് ഒരു 10-15 മിനിറ്റ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ പച്ചരി നല്ലതുപോലെ കുതിർന്ന് കിട്ടും. ഞാനിപ്പോ 1 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് പച്ചരി കുതിർത്ത് എടുത്തിട്ടുണ്ട്. ഇനി പച്ചരിയുടെ വെള്ളം മുഴുവൻ മാറ്റിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറിൽ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. ഇപ്പൊ പച്ചരി ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. ഒട്ടും തരിയൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് വേണം ഇതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിട്ട്. ഇപ്പൊ കണ്ടില്ലേ, ഒട്ടും തരിയൊന്നുമില്ലാതെ നല്ലതുപോലെ സ്മൂത്ത് ആയിട്ട് ഇത് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് വേണം പച്ചരി അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി അരച്ചെടുത്ത പച്ചരി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് വേണ്ടത് ഉരുളക്കിഴങ്ങാണ്. ഞാനിപ്പോ മീഡിയം സൈസ് 3 ഉരുളക്കിഴങ്ങ് തൊലിയെല്ലാം മാറ്റിയതിന് ശേഷം ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം കുറച്ച് വെള്ളത്തിലിട്ട് ഉരുളക്കിഴങ്ങ് വേവിച്ച് എടുത്തിട്ടുള്ളതാണ്. ഇനി വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഒരു അരിപ്പയിൽ ഇട്ട് കൊടുക്കാം. നമ്മൾ ജ്യൂസൊക്കെ അരിച്ചെടുക്കുന്ന അരിപ്പയില്ലേ, ആ അരിപ്പ വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ആ ചൂടോടുകൂടി തന്നെ ഇട്ട് കൊടുക്കാം. അരിപ്പയുടെ അടിയിൽ ഒരു ബൗളും കൂടി വെച്ചു കൊടുക്കാം. ഇനി ഈ ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഒരു സ്പൂൺ വെച്ച് ഉടച്ചെടുക്കാം. ഇതുപോലെ നല്ലതുപോലെ പ്രസ് ചെയ്ത് വേണം ഉരുളക്കിഴങ്ങ് മുഴുവൻ ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഉരുളക്കിഴങ്ങ് സ്മൂത്ത് ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പൊ അരിപ്പയുടെ മറുവശത്ത് കണ്ടില്ലേ, ഉടച്ച ഉരുളക്കിഴങ്ങ് അരിപ്പയുടെ എല്ലാ ഭാഗത്തും പറ്റിപ്പിടിച്ചിരിക്കുന്നത്. ഇനി അരിപ്പയിൽ നിന്നും ഉരുളക്കിഴങ്ങ് ഒരു സ്പൂൺ വെച്ചോ സ്പാച്ചില വെച്ചോ ഇളക്കി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പൊ കണ്ടില്ലേ, ഉരുളക്കിഴങ്ങ് ഒട്ടും കട്ടകളൊന്നുമില്ല, നല്ല സ്മൂത്ത് ആയിട്ട് ഉരുളക്കിഴങ്ങ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഉരുളക്കിഴങ്ങ് നല്ലതുപോലെ ഉടച്ച് കട്ടകളൊന്നും ഇല്ലാതെ എടുത്താലും മതിയാവും. ഒട്ടും കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല, നല്ല സ്മൂത്ത് ആയിരിക്കണം. ഇനി ഈ ഉരുളക്കിഴങ്ങ് അരി അരച്ച് വെച്ച ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം. ഇപ്പൊ ഉരുളക്കിഴങ്ങും അരി അരച്ചതും നല്ലതുപോലെ മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ 4 മീഡിയം സൈസ് പച്ചമുളകും ചെറിയൊരു പീസ് ഇഞ്ചിയും കൂടി ചേർത്ത് ചതച്ച് എടുത്തിട്ടുള്ളതാണ്. ഇനി ഇഞ്ചിയും പച്ചമുളകും ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം എരിവുള്ള പച്ചമുളക് ആണെന്നുണ്ടെങ്കിൽ 2 മീഡിയം സൈസ് പച്ചമുളക് എടുത്താലും മതി. അവരവരുടെ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കാം. ബേക്കിംഗ് പൗഡർ ഇല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താലും മതി. അപ്പത്തിനൊക്കെ എടുക്കുന്ന സോഡാപ്പൊടിയില്ലേ, അതാണ്. ഈ പലഹാരത്തിന്റെ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൈവച്ച് ഒന്ന് കുഴച്ച് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് സെറ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് മൂടി വെക്കാം. ഇനി ചൂടായി കിടക്കുന്ന ഒരു പാനില് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായതിനു ശേഷം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 7 വെളുത്തുള്ളി അല്ലികളും 7 ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ചെറിയ സവാളയുടെ പകുതി പീസ് എടുത്താലും മതി. സവാളയാണ് എടുക്കുന്നതെങ്കിൽ ചെറിയ കഷ്ണങ്ങളാക്കി വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഇതിന് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ചെറിയ ഉള്ളിയാണ്, അതുകൊണ്ടാണ് ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കടലപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ 3 വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയും ഉള്ളിയും ഒന്ന് വാടി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ വെളുത്തുള്ളിയും ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. അപ്പൊ നല്ല പഴുത്ത തക്കാളി വേണം എടുക്കാൻ വേണ്ടിയിട്ട്. വലിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 2 എണ്ണം എടുത്താൽ മതിയാകും. ചെറിയ തക്കാളി ആണെന്നുണ്ടെങ്കിൽ ഒരു 3 എണ്ണം വരെ എടുക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ തക്കാളി എല്ലാം ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി മുളകും കൂടി ചേർത്ത് കൊടുക്കാം. കാശ്മീരി മുളക് ആണെന്നുണ്ടെങ്കിൽ നല്ല
കളറും കിട്ടും, എരിവും കുറവായിരിക്കും. കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഒക്കെ ചേർത്ത് കൊടുത്താൽ മതിയാവും. അവരവരുടെ എരിവിനനുസരിച്ച് വേണം മുളക് പൊടി ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് വേവിച്ച് സോഫ്റ്റ് ആക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ തക്കാളി എല്ലാം വെന്ത് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കും. പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ചേർത്ത് കൊടുത്താലും മതിയാവും. ശർക്കര എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ പൊടിച്ച ശർക്കര വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പഞ്ചസാര എടുത്താലും ശർക്കര എടുത്താലും കുറച്ച് മാത്രമേ എടുക്കാവൂ. ഞാനിപ്പോ ഇതിലേക്ക് 1/2 ടീസ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. എരിവും പുളിയും ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. ഇപ്പൊ ഇതിന്റെ ചൂടെല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. ഇനി മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളം ഒന്നും ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാതെ അരച്ചെടുക്കാം. ഇപ്പൊ ദാ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, നല്ല സ്മൂത്ത് ആയിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇപ്പൊ ദാ നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമ്മൾ അരി അരച്ചതും ഉരുളക്കിഴങ്ങ് മിക്സും കൂടെ നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചിട്ട് ഇതാ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ നല്ലോണം സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി കയ്യില് കുറച്ച് എണ്ണ തടവിന് ശേഷം ഇതിൽ നിന്നും കുറച്ച് മിക്സ് എടുത്ത് ഉരുളകളാക്കി എടുക്കാം. ഒരുപാട് വലിയ ഉരുളകളാക്കരുത്, ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ വേണം ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ബാക്കിയിരിക്കുന്ന മിക്സ് മുഴുവൻ ഇതുപോലെ തന്നെ നമുക്ക് ഉരുളകളാക്കി എടുക്കാം. ഇനി ഒരു പാനില് കുറച്ച് വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുക്കുക. വെളിച്ചെണ്ണ ആകുമ്പോൾ നല്ലൊരു നാടൻ ഫ്ലേവർ ഒക്കെ കിട്ടും. വെളിച്ചെണ്ണ ഇല്ല ഏതെങ്കിലും എണ്ണ എടുത്താലും മതിയാവും. ഇപ്പൊ എണ്ണ അതാ ചൂടായിട്ടുണ്ട്. ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. ഇനി ചൂടായി കിടക്കുന്ന വെളിച്ചെണ്ണയിലേക്ക് ഉരുട്ടി വെച്ചിരിക്കുന്ന ഉരുളകൾ ഇട്ട് കൊടുക്കാം. ഉരുട്ടിയെടുത്ത ഉരുളകൾ മുഴുവനും എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കരുത്, കുറച്ച് കുറച്ചായിട്ട് ഇട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിന്റെ ഉള്ളു വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ലോ ടു മീഡിയം ഫ്ലെയിം വേണം വെക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇത് പെട്ടെന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി എണ്ണയിൽ നിന്നും ഇത് കോരി മാറ്റാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്നതും ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുറത്ത് നല്ല ക്രിസ്പിയും അകത്ത് നല്ല സോഫ്റ്റും ആണ്. ഒട്ടും എണ്ണ ഒന്നും കുടിക്കാതെ അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇത് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു നല്ല അടിപൊളി ടേസ്റ്റുള്ള പലഹാരമാണ്. ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുത്ത് മുറിച്ചും കൂടി കാണിച്ചു തരാം. ഇപ്പൊ കണ്ടില്ലേ, ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് you.